ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 25. നാഹം പ്രകാശഃ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. വിവർത്തനം. ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാവില്ല. യോഗമായ എന്ന എൻ്റെ അന്തരംഗ ശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചു വയ്ക്കുന്നു. തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നതുമില്ല. ഭാവാർത്ഥം. കൃഷ്ണൻ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഏവർക്കും ദൃശ്യനായിരുന്നെങ്കിൽ, എന്തുകൊണ്ട് അദ്ദേഹം ഇന്നും ഏവർക്കും പ്രത്യക്ഷീഭവിക്കുന്നില്ല എന്ന് ചിലർ ചോദിച്ചേക്കാം. വാസ്തവത്തിൽ അദ്ദേഹം എല്ലാവർക്കും പ്രത്യക്ഷീഭവിച്ചിരുന്നില്ല. കൃഷ്ണൻ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കുറച്ചുപേർ മാത്രമേ അദ്ദേഹത്തെ ഭഗവാൻ എന്ന നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ. കുരു സദസ്സിൽ വെച്ച് ശിശുപാലൻ കൃഷ്ണനെ സഭാധ്യക്ഷനായി സ്വീകരിക്കുന്നതിൽ എതിർപ്പ് കാട്ടിയപ്പോൾ ഭീഷ്മർ തുറന്നു പറഞ്ഞു, കൃഷ്ണൻ പരംപുരുഷനായിട്ടുള്ള ഭഗവാനാണെന്നും അദ്ദേഹം തന്നെ വേണം സഭാധ്യക്ഷനാകാനെന്നും. അതുപോലെ പാണ്ഡവർക്കും മറ്റു ചിലർക്കും കൃഷ്ണൻ ഭഗവാനാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഭക്തിയില്ലാത്തവർക്കും സാധാരണ ജനങ്ങൾക്കും ഇത് വെളിവായിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, സ്വഭക്തന്മാർക്കൊഴികെ മറ്റെല്ലാവർക്കും തങ്ങളെപ്പോലെയുള്ള ഒരാൾ മാത്രമാണ് ഞാനെന്ന് തോന്നുന്നത് എന്ന്. പരമാനന്ദത്തിൻ്റെ ഉറവിടമെന്ന നിലയിൽ അദ്ദേഹത്തെ ദർശിക്കാൻ കഴിഞ്ഞത് ഭക്തന്മാർക്ക് മാത്രമായിരുന്നു. മൂഢരായ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് അന്തരംഗ ശക്തി ഭഗവാനെ മറച്ചുവെച്ചു. ഭാഗവതത്തിൽ 1:8-19 കൃഷ്ണനെ സ്തുതിക്കവേ കുന്തിദേവി പറയുന്നു, ഭഗവാൻ യോഗമായയാൽ ആവൃതനായതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാൻ കഴിയില്ല എന്ന്. ഈ യോഗമായാവരണത്തെപ്പറ്റി ഈശോപനിഷത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണിത്. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്സ്വം ഭൂഷണപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഹേ ഭഗവൻ, അങ്ങാണ് സർവപ്രപഞ്ചത്തിൻ്റെയും പരിപാലകൻ. അങ്ങയെ ഭക്തിപൂർവം സേവിക്കുന്നതത്രേ സർവോത്കൃഷ്ടമായ ധർമ്മം. അതുകൊണ്ട് എന്നെയും രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടുത്തെ അതീന്ദ്രിയ സ്വരൂപം യോഗമായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അന്തരംഗ ശക്തിയുടെ മൂടുപടമാണ് ബ്രഹ്മജ്യോതിസ്. അങ്ങയുടെ സച്ചിദാനന്ദ വിഗ്രഹത്തെ, ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശാശ്വതമായ രൂപം മറച്ചു പിടിക്കുന്ന ഈ തേജോമണ്ഡലത്തെ കനിഞ്ഞ് നീക്കിത്തരയണമേ. ഈശോപനിഷത്ത് മന്ത്രം 15. സച്ചിദാനന്ദാത്മകമായ ഭഗവത് വിഗ്രഹം ബ്രഹ്മജ്യോതിസാകുന്ന ആന്തരശക്തിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അല്പബുദ്ധികളായ അദ്വൈതകൾക്ക് കാണാൻ കഴിയുന്നില്ല. ഭാഗവതത്തിലെ 10:14-7 ബ്രഹ്മസ്തുതിയിൽ പറയുന്നു, പരമപുരുഷനായ ഭഗവാനെ, അലയോ പരമാത്മാവേ, യോഗേശ്വര, അങ്ങയുടെ വിഭൂതികളെയും ഇഹലോക ലീലകളെയും എണ്ണിത്തീർക്കാൻ ആർക്കാണ് കഴിയുക? അങ്ങയുടെ അന്തരംഗ ശക്തി വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. തന്മൂലം ആർക്കും അങ്ങയെ മനസ്സിലാക്കാനാവില്ല. വിവേകികളായ ശാസ്ത്രജ്ഞരും പണ്ഡിതരും ഭൗതിക ലോകത്തിൻ്റെ മാത്രമല്ല അന്യഗ്രഹങ്ങളുടെയും പരമാണുഘടനയെ പരിശോധിക്കാൻ കഴിവ് നേടിയേക്കാം. എങ്കിലും അവരുടെ മുന്നിൽ തന്നെയുള്ള അങ്ങയുടെ ശക്തിയെയും വിഭൂതികളെയും എണ്ണിക്കണക്കാക്കാൻ സാധിക്കില്ല. ഭഗവാൻ കൃഷ്ണൻ അജനും അവ്യയനുമത്രേ. ജ്ഞാനാനന്ദാത്മകമാണ് അവിടുത്തെ സനാതന വിഗ്രഹം. ഭഗവത് ശക്തികൾക്ക് ഒരിക്കലും നഷ്ടമോ ക്ഷയമോ ഇല്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.